ഗുഡ് മോർണിംഗ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് തിങ്കളാഴ്ചയാണ്. പുതിയ ആഴ്ച തുടങ്ങി. നമുക്ക് പുതിയ വചനം പഠിക്കാം. പുതിയ ദിവസമാണ്. കഴിഞ്ഞ ആഴ്ചത്തെ വചനങ്ങൾ ഇന്നലെ ആവർത്തിച്ചു. ഇന്ന് പുതിയ വചനം. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചനം ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 15-ാമത്തെ വചനമാണ്. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 15-ാം വചനം. ദ ലെറ്റർ ടു ദ ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് 15. അതിങ്ങനെയാണ് പറയുന്നത്: ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വളരെ വളരെ സൂക്ഷിക്കേണ്ട ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകപ്പെട്ടിരിക്കുന്ന, നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപ നമ്മുടെ വാക്കിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ നോട്ടത്തിലൂടെ ഒന്നും ദൈവകൃപ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓരോ ദിവസവും വിശുദ്ധരായി തീരുവാനായിട്ട് നാം ശ്രദ്ധിക്കണം. അപ്പം വചനം ഇതാണ് പറയുന്നത്: ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു. അപ്പം വചനം പറയുകയാണ്, ദൈവകൃപ, അതായത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപ നഷ്ടപ്പെടാതെ നാം സൂക്ഷിക്കണം, നാം ശ്രദ്ധിക്കണം. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യും. നമുക്ക് തന്നെ ഉപദ്രവമാണ്. നാം വിദ്വേഷത്തിൽ എത്ര പേരാണെന്നറിയോ? ഈ ഒരു മാരകമായ തിന്മയാണ് വിദ്വേഷം. അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയുക. അത് സാത്താൻ്റെ, പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. ഉള്ളിൽ ചെറിയ വിദ്വേഷം, ചെറിയ വെറുപ്പ് ഉള്ളിൽ നിക്ഷേപിച്ച് അത് വളർന്ന് വലിയ വിദ്വേഷമായി മാറുന്നു, വലിയ നാശമായി മാറും. അപ്പോൾ വചനം പറയുന്നു, ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവാൻ, വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു. See to it that no one fails to obtain the grace of God, that no root of bitterness springs up and causes trouble, and through it many become defiled. നോക്കിയേ, see to it that no one fails to obtain the grace of God, that no root of bitterness springs up and causes trouble, and through it many become defiled. വചനം നന്നായി നമ്മുടെ ഉള്ളിൽ സ്വായത്തമാക്കി, നമ്മുടെ ഉള്ളിൽ അത് അലിഞ്ഞു ചേർന്ന് വിദ്വേഷം എന്ന തിന്മ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി വിശുദ്ധരായി തീരുവാനായിട്ട്, മറ്റുള്ളവരിലേക്ക് സ്നേഹം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇന്നത്തെ ദിവസം ആരംഭിക്കുമ്പോൾ, അല്ലെ ഇന്ന് എപ്പോൾ നിങ്ങൾ കേൾക്കുന്നോ, എപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ഈ വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ മനസ്സിലേക്ക് ആ ചിന്ത കടന്നു വരുന്നു, അന്നേരം പ്രാർത്ഥിക്കണം. ആ സമയത്ത് പ്രാർത്ഥിക്കണം: കർത്താവേ, എൻ്റെ ഉള്ളിൽ ചെറിയ വിദ്വേഷം പോലും വളരാനോ ഉണ്ടാകുവാനോ അനുവദിക്കരുത്. നമുക്ക് ആഗ്രഹിക്കാം, അല്ലേ? ആമേൻ.